KSEB ഉദ്യോഗസ്ഥനായ അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മകന്റെ വക ഒരു സർപ്രൈസ് പാട്ട്. സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായി. പത്തനംതിട്ട റാന്നിയിലെ അച്ഛനെയും മകനെയും കാണാം. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ പുതുകനവാൽ മഷി എഴുതി വിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി. ഇപ്പോൾ കണ്ട വൈറൽ വീഡിയോയിലെ KSEB ജീവനക്കാരൻ ഗോപാലകൃഷ്ണനാണ് എന്നോടൊപ്പം ഉള്ളത്. ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണോ മകന്റെ ഈ സമ്മാനം? അതെ, വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ്. പിന്നെ അന്ന് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടെ പോയി ചേച്ചൊരു പരിപാടിയാണ്. കാരണം എന്നെ അന്ന് അറിയിക്കാതെ പിന്നെ അമ്മയും മോനും കൂടെ ഇങ്ങനൊരു പരിപാടി ഒപ്പിച്ച് വെച്ചു. നമ്മൾ സാധാരണ ഇത് വരുന്നതിന് തൊട്ട് ഇങ്ങനെ ഇച്ചിരി മീനുമൊക്കെ മേടിച്ച് കയറി വരുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതുപോലെ ഒരു സംഭവം നടക്കും. ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു പന്തിയുടെ ഒരു തോന്നി, എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ ഇപ്പുറത്തെ ഇങ്ങനെ പാട്ട് പാടി ആ ചിരിയും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ പാടെ അങ്ങ് എൻ്റെ എന്തോ ഒരു എനിക്ക് എന്താ പറയുന്നത്, സംഭവം ഹിറ്റായെന്ന് പറഞ്ഞാൽ പിന്നെ മക്കള് കുഞ്ഞുങ്ങൾ വരെ സന്തോഷമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം നമ്മൾ ഞാൻ പറയുന്നത് ചേച്ചിയും മകനോട് ഒപ്പിച്ച പണിയാണെന്ന്. അത് തന്നെ. വെള്ളിയാഴ്ച വൈകിട്ട് വന്നേച്ചു എന്നോട് ഒരു പാട്ട് കേൾപ്പിച്ചിട്ട്, അമ്മ ഞാൻ അച്ഛന് വേണ്ടി ഒരു പാട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞു. അമ്മ അച്ഛൻ വരുന്ന സമയം ഇതൊന്ന് പറയണം, ഞാൻ പാട്ടൊക്കെ ഇവിടെ നിന്ന് പാടി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനിവിടെ കഥയൊക്കെ തുറന്നിട്ട് അച്ഛൻ നിന്ന് കാറും കൊണ്ടാണ് പോയി. അപ്പോൾ കാർ ലോക്ക് ചെയ്യുന്ന സൗണ്ട് ഞാൻ വാതിൽ നിന്ന് കേട്ടു. അപ്പോൾ എന്നോട് അമ്മ കഥ കടച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ഞാൻ അങ്ങ് മാറി നിൽക്കണം. വേണ്ട അമ്മ അവിടെയൊക്കെ നിന്നോ എന്ന് പറഞ്ഞു. കഥ കടച്ചിട്ട് ഞാൻ മാറി നിന്നപ്പോഴാണ് വന്ന് കയറി കഴിഞ്ഞ് ഈ വാതിലോട്ട് വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എന്നെ ഇതുപോലായിരുന്നു വീഡിയോ എടുത്ത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവൻ്റെ പാട്ട് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. ഇവിടെ വർക്കെന്ന് പറഞ്ഞാൽ ഈ ജീവിതം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാനാക്കാത്ത രീതിയിലുള്ള ഒരു തൊഴിലല്ലേ. അതൊക്കെ എല്ലാ KSEBക്കാരും അങ്ങനെ. നമ്മൾ വൈകിട്ട് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളും അല്ലെ ഭാര്യ എല്ലാവരും കൂടെ കൂടി ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അതൊക്കെയാണ് ഞങ്ങളുടെ കണ്ടിട്ടിരുന്ന് ചിരിക്കുകയും ചെയ്യുക, കരയുകയും ചെയ്യുക. എന്തായാലും അച്ഛനെ വൈറലാക്കിയ പാട്ടുകാരനായ ഗോകുൽകൃഷ്ണൻ കോട്ടയത്തെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. ബാക്കി ഗോകുൽകൃഷ്ണൻ പറയും കഥ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് പാട്ടുപാടി അച്ഛനെ വൈറലാക്കിയ ഗോകുൽകൃഷ്ണൻ. ഇങ്ങനെ സ്ഥിരമായി പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നോ? സ്ഥിരമായി പാട്ട് പാടാറുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ റീലൊക്കെ ചെയ്തിടാറുണ്ട് ഞാൻ. അപ്പം പുതിയ പാട്ടും പഴയ പാട്ടും ആളുകൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പാടിയിടാറുണ്ട്. ഈ അച്ഛൻ വരുമ്പോ അച്ഛനോട് സർപ്രൈസ് കൊടുത്താണോ? ഒന്ന് സർപ്രൈസ് കൊടുത്തതാണത്. അച്ഛൻ വരുമ്പോൾ അച്ഛൻ അറിഞ്ഞില്ല പാട്ട് പാടുവാന്ന്. അപ്പം കഥ പറഞ്ഞപ്പോൾ ഞാൻ സർപ്രൈസ് കൊടുത്തത് പെട്ടെന്ന്. എന്താ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് തോന്നല് ഇതിന് മുന്നേ ഞാൻ അമ്മയുടെ ഒരു വീഡിയോ വൈറലായിട്ടായിരുന്നു. ജസ്റ്റ് അതും പെട്ടെന്ന് വൈറലായിരുന്നു. ഇപ്പൊ അത് 50 ലക്ഷം വ്യൂസ് അടിച്ചു. അപ്പൊ എല്ലാവരും കമന്റ് ഇടുന്നുണ്ട് അച്ഛനോട് ഒരു പാട്ട് പാടണം. അപ്പൊ അങ്ങനെ ഞാൻ പാടി കൊടുത്താണ്. ഈ പാട്ടൊന്നോട് പാടി തരുമോ? ഓക്കെ. പുത്തനുടുപ്പിട്ട് പൊട്ടുതൊടിച്ചിട്ട് നിന്നെ ഒരുക്കിയിലേ, പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നീലേ, നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങനിലാവല്ലേ, നീയൊന്നു പാടിയാൽ ആരാരും കാണാതെ നെഞ്ചം വീഴൂലേ. നല്ലൊരു ഗായകൻ കൂടിയാണ്. നമ്മൾ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏതായാലും ഗോകുലിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും കൃഷ്ണമോഹനൊപ്പം ബിദിൻ അംദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഗോപാലകൃഷ്ണനും ഗോകുലും എടുത്ത വീഡിയോ കേവലം റീലിന് വേണ്ടിയല്ല എന്നുള്ളത് രണ്ടുപേരുടെയും കണ്ണിൽ നിഴലിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെയും മകൻ്റെയും സ്നേഹത്തിൻ്റെ എല്ലാ ആഴവും അതിലുണ്ട്. അത് അതേപടി ഒട്ടും ചോരാതെ പ്രേക്ഷകർക്ക് നല്ല സന്ദേശമായി നൽകിയ ഞങ്ങളുടെ കൃഷ്ണമോഹനും ബിദിനും ഞാൻ വ്യക്തിപരമായിട്ടൊരു വല്ലാത്ത നന്ദി പറയുകയാണ് സത്യത്തിൽ. കാരണം ആ ഗോപാലകൃഷ്ണൻ്റെ കണ്ണുകളിലുണ്ട് ഒരു മകൻ്റെ വളരെ സർപ്രൈസായിട്ടുള്ളൊരു സ്നേഹം കിട്ടുമ്പോൾ ഒരു അച്ഛൻ്റെ മനസ്സിലോടുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോകുലിൻ്റെ മനസ്സിലും കണ്ണിലും അത് നിറയുന്നുമുണ്ട്. അതേപടി അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്.